നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലാണ് പലതരത്തിലുള്ള പ്രചരണങ്ങളും കുപ്രചരണങ്ങളും അരങ്ങേറുകയാണ്. ആ സന്ദർഭത്തിൽ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കാനുണ്ട്. അപകടം വരുന്നതിന് മുന്നോടിയായിട്ടാണല്ലോ നമ്മൾ ഏത് വിഷയത്തിലും മുന്നറിയിപ്പുകൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ UDF പ്രചരിപ്പിക്കുന്നത്, അവർ അവകാശവാദം ഉന്നയിക്കുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ വടക്ക് നിന്ന് ഒരു കാറ്റ് തെക്കോട്ടേക്ക് വരുന്നുണ്ട്. അതെന്താണ് വടക്ക് നിന്നൊരു കാറ്റ്? ഈ തെക്ക് നിന്നൊരു കാറ്റ് വടക്കോട്ടേക്ക് പോകുന്നില്ല, വടക്ക് നിന്നൊരു കാറ്റ് തെക്കോട്ടേക്ക് വരേണ്ട കാര്യം എന്താണ്? വടക്ക് നിന്നുള്ള പ്രത്യേകതയെന്ന് ഈ നാട്ടിൽ അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് സമാഹരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം മത വിഭാഗങ്ങളുടെ കൺസോൾട്ടേഷനും അതിനോടൊപ്പം അത് മധ്യ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ കാസയും ഷാജൻസ്കറിയും ഉൾപ്പെടെ ഉള്ളവരെല്ലാം കൂടി ചേർന്ന് ക്രിസ്ത്യൻ കൺസോൾട്ടേഷനും കൂടി ആക്കുമ്പോൾ കേരളത്തിൽ UDF അധികാരത്തിൽ വരും. അതാണ് ഇപ്പോഴത്തെ ഡീൽ. ഈ നാട്ടിൽ രണ്ട് വിഷപ്പാമ്പുകളെ ഒരേ സന്ദർഭത്തിൽ അധികാരത്തിൽ കയറാൻ വേണ്ടി UDF രണ്ട് വശത്തായി നിർത്തിയിരിക്കുകയാണ്. ലീഗിന്റെ പിന്നാമ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിയും അതിനോടൊപ്പം ഈ കാസയും ഒപ്പം തന്നെ ക്രിസ്തീയ വർഗീയ സംഘടനകൾ, ക്രിസംഗികൾ ഉൾപ്പെടെയുള്ളവരെ ക്രിസ്തീയ സഭകൾക്ക് പിന്നിൽ അണിനിരത്തിക്കൊണ്ട് കേരളത്തിൽ ജാതി മത കൺസോൾട്ടേഷനിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ആണ് നിലവിൽ അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇവർ ചെയ്താൽ വർഗീയതയല്ല, ഇവർക്ക് ഇതൊക്കെ ചെയ്യാം. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഇതിന് അനുകൂലമാണ്. പക്ഷെ ഒരു കാര്യം കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട്, പ്രത്യേകിച്ച് മുസ്ലിം മത വിഭാഗക്കാരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, അങ്ങനെ നിങ്ങൾ കോൺഗ്രസ് പറയുന്നത് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ വർഗീയ സംഘടനകൾ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിങ്ങൾ വർഗീയമായി ചിന്തിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അനുരണനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ചിന്താഗതി ഉണ്ടാക്കണം. കാര്യം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ സർവനാശം സംഭവിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു മറുചോദ്യം ചോദിക്കാം, CPM കേരളത്തിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, നിങ്ങൾ ഇല്ലാതാകുന്നില്ലെന്ന്. ഞാൻ പറയാൻ വരുന്നത്, ഇടതുപക്ഷം ഇല്ലാതായിക്കോട്ടെ, കാര്യം ഇടതുപക്ഷമാണല്ലോ ഇവിടെ ഡീലൊക്കെ നടത്തുന്നവർ. പക്ഷെ രാജ്യത്താകമാനം എടുത്ത് പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അവിടെ പ്രതിപക്ഷം പോലും ഇല്ലായിരുന്നു. AKGയെ പ്രതിപക്ഷമാക്കി പ്രതീകാത്മകമായിട്ട്. അതിനുശേഷം എതിർ ശബ്ദമില്ലാതിരുന്ന കോൺഗ്രസ് ഇന്നിപ്പോ കേവലം 3 സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ആരാണ് ഈ രാജ്യത്ത് കോൺഗ്രസ് മുക്ത ഭാരതം നടപ്പാക്കിയത്? അതിന് പിന്നിൽ CPM ഉണ്ടോ? അതിന് പിന്നിൽ മറ്റേത് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുണ്ട്? ആരുമില്ല. കോൺഗ്രസുകാർക്കുള്ളിലെ കോൺഗ്രസുകാർ അവർ തന്നെ അധികാരമോഹം മൂത്ത് അവർ BJPയുടെ ഭാഗമായി, അവർ പ്രാദേശിക കക്ഷികളായി, അവർ തന്നെ ആ സംഘടനയെ ഉന്മൂലനം ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം മനസ്സിലാക്കുക, 12 മുഖ്യമന്ത്രിമാർ, 156 MLA മാർ, 80ഓളം MP മാർ, 100-ൽ പരം മുൻ MP മാർ തുടങ്ങി കോൺഗ്രസ് ആണ് ഇന്ന് കാണുന്ന BJP ആയി മാറിയത്. അതായത് കോൺഗ്രസ് എന്ന സംഘടനയ്ക്കുള്ളിലെ നേതാക്കന്മാർ തന്നെ നേരെ BJPയിലേക്ക് പോയി. ഇന്നിപ്പോ അവർ BJP ആയി. ഇന്നലകളിൽ അവർ കോൺഗ്രസിൽ നിന്നു, അന്നത് കോൺഗ്രസ് ആയിരുന്നു. ഇന്നുകളിൽ അവർ കൂട്ടത്തോടെ BJPയിലേക്ക് പോയപ്പോൾ BJP ആയി മാറി. ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കാതെ രാജ്യത്താകമാനമുണ്ടായിരുന്ന കോൺഗ്രസ് ഇന്നിപ്പോൾ 3 സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശും സൗത്തിലെ 2 സ്റ്റേറ്റും, അത് തെലുങ്കാനയും കർണാടകയുമാണ്. ഈ തെലുങ്കാനയിലും കർണാടകയിലുമുള്ള കോൺഗ്രസ് സർക്കാരിനെതിരെ എപ്പോഴെങ്കിലും നരേന്ദ്രമോദിയോ BJPയോ സംഘപരിവാറുകാരോ വാ തുറക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെന്തുകൊണ്ടായിരിക്കും? അവരോട് ശത്രുതാ മനോഭാവമില്ല. ആ നാട്ടിൽ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണസ്തംഭനം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? പക്ഷേ ബംഗാളിൽ പ്രശ്നമുണ്ട്, തമിഴ്നാട്ടിൽ പ്രശ്നമുണ്ട്, കേരളത്തിൽ പ്രശ്നമുണ്ട്, ഈ സംസ്ഥാനങ്ങളിലെല്ലാം പ്രശ്നമുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് ഗവർണർമാർ അവരെ ശല്യപ്പെടുത്തുന്നതേയില്ല. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നെങ്കിൽ ചിന്തിക്കാവുന്ന കാര്യമാണ്. നിങ്ങൾ കേരളത്തിൽ കൂടി കോൺഗ്രസിലൂടെ അധികാരമോഹം കാത്തിരിക്കുന്ന ലീഗിലെ കുറച്ച് തീവ്ര മുസ്ലിം നിലപാടുള്ളവരെയൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾ ഒത്തൊരുമിച്ച് ഒന്നടങ്കം മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ, അവർ ഭൂരിപക്ഷം സീറ്റ് വിജയിക്കുകയാണെങ്കിൽ, അതിലൂടെ അധികാരത്തിൽ വരികയാണെങ്കിൽ, ഈ നാട്ടിലെ ഭൂരിപക്ഷ മതങ്ങളുടെ കൺസോൾട്ടേഷൻ, അതായത് നിങ്ങൾ എന്താണോ ചെയ്തത് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ ആശങ്കയുണ്ടാക്കി അവരുടെ ഉള്ളിലേക്ക് തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് ഒരു വലിയ കൺസോൾട്ടേഷൻ ഉണ്ടാകാൻ പോകുന്നു. ഈ നാട്ടിൽ BJPയുടെ വളർച്ച അതിവേഗത്തിലാകാൻ പോകുന്നു. അതിന് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എപ്പോഴാണ് കേരളത്തിൽ സംഘപരിവാറുകാർക്ക് വലിയ മൂവ്മെന്റ് ഉണ്ടാക്കാൻ അവസരം കിട്ടിയത്? അത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്ന കാലഘട്ടത്തിലാണ്. നിങ്ങൾ ആരും മറന്നു കാണില്ല 5-ാം മന്ത്രി വിവാദം. 5-ാം മന്ത്രി വിവാദം, 5-ാമത്തെ ലീഗ് മന്ത്രിയായിട്ട് മഞ്ഞളാംകുഴി അലിയെ മന്ത്രിയാക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ഏതെങ്കിലും CPM നേതാക്കന്മാരാണോ ആ വിവാദം ഉണ്ടാക്കിയത്? അല്ലല്ലോ.
കോൺഗ്രസിനകത്തുള്ളവർ തന്നെയാണ് എതിരഭിപ്രായവുമായി രംഗത്ത് വന്നത്. ആ ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മറുസൈഡിൽ സംഘപരിവാറുകാർ തഴച്ചു വളരുന്ന സാഹചര്യവും അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ നാട്ടിൽ സാമുദായിക സന്തുലിതാവസ്ഥ ഇല്ലാതാക്കി എന്ന പ്രചരണമുണ്ടാക്കി എല്ലാം മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന പ്രചരണത്തിന് അവസരമുണ്ടാക്കി കൊടുത്തത് ഈ നാട്ടിലെ കോൺഗ്രസ് ആണ്. അതിനുശേഷമാണ് ഈ നാട്ടിൽ BJPക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ കോൺഗ്രസുകാർ ആ സംഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് BJPക്ക് വളരാൻ വേണ്ടിയുള്ള ഇന്ധനം ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. അതിന് ലീഗ് കാരണക്കാരുമായി മാറി. അങ്ങനെ സംഘടനയ്ക്കകത്ത് സംസാരിച്ച് തീർക്കേണ്ട വിഷയത്തെ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് വലിയ വിവാദമാക്കി മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. കോൺഗ്രസ് നേതാക്കന്മാർ തെരുവിൽ ചർച്ച ചെയ്ത വിഷയം ഒടുവിൽ സംഘപരിവാറിന് വലിയ ഇന്ധനമായി മാറി. ഇന്ന് അവർ കാണുന്ന രീതിയിലേക്ക് പതിയെ പതിയെ ഭൂരിപക്ഷങ്ങൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറി ഈ സംഭവത്തെ വലുതാക്കി കാട്ടി അവർക്ക് ഇൻട്രോഡ് ഉണ്ടാക്കാനുള്ള അവസരമാക്കി മാറ്റി. ഇങ്ങനെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തവർ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടി നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് 2030 ശേഷമുള്ള തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അന്ന് ഭൂരിപക്ഷങ്ങളുടെ മെജോറിറ്റിയും സംഘപരിവാറുകാരുടെ കൈകളിലേക്ക് എത്തുന്ന സാഹചര്യം നിസ്സംശയം ഈ നാട്ടിലുണ്ടാകുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ. അതുകൊണ്ട് കേരളത്തിൽ ജനാധിപത്യപരമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മതമല്ല വിഷയം, ഇവിടെ മതേതരത്വമാണ് വിഷയം. ആ മതേതരത്വം സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എല്ലാ മതവിഭാഗക്കാരും ഒരുപോലെയാണെന്നും, അല്ലെങ്കിൽ ചിലർ KM ഷാജിയുടെ വാക്കുകൾ പോലെ നമ്മൾ ഒത്തൊരുമിച്ച് നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം പലിശ സഹിതം തിരിച്ചു പിടിച്ചു വാങ്ങണമെന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണോ ഈ സമൂഹത്തിനകത്ത് പ്രചരിപ്പിക്കപ്പെടുന്നത് ആ രീതിയിൽ തന്നെ ഈ വിഷയവും പ്രചരിപ്പിക്കപ്പെടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെക്കുറിച്ച് നിങ്ങൾ യാതൊരു തരത്തിലും ആശങ്കാകുലരല്ലെങ്കിൽ, നിങ്ങൾക്ക് ആ വിഷയത്തെ ദീർഘവീക്ഷണത്തോടു കൂടി കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ കുഴി തോണ്ടുകയായിരിക്കുമെന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. രാജ്യത്താകമാനം മറ്റൊരിടത്തും സംഘപരിവാറിന് ഇതുപോലെ വേരോട്ടമുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നരേന്ദ്രമോദി എന്ന അവരുടെ വിശ്വഗുരു ഇത്രയും ഹൈപ്പിൽ നിൽക്കുമ്പോൾ പോലും കേരളത്തിൽ വട്ടപൂജ്യമാക്കി നിർത്തിയതും കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് എങ്ങനെയെന്നും നിങ്ങൾ കോൺഗ്രസുകാർ പറയുന്ന കഥയ്ക്കപ്പുറം കണക്കുകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിലും ഇവർ നടത്തിയ നെറുകെട്ട രാഷ്ട്രീയങ്ങൾ അത് BJPക്ക് വളക്കൂറായി എന്നുള്ള യാഥാർത്ഥ്യം ഈ സന്ദർഭത്തിലെങ്കിലും നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ വലിയൊരു ചതിക്കുഴി കുഴിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ അവസാന മണിക്കൂറിൽ കേരളത്തിന്റെ മതേതരത്വത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയില്ല, നിങ്ങൾക്ക് യാതൊരു സമാധാനക്കേടുമില്ല, സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഇത് പോരാ, നിങ്ങൾക്ക് ഇതിനേക്കാൾ മികച്ചത് മറ്റുള്ളവർ തരും എന്ന് നിങ്ങൾ പ്രലോഭനത്തിൽ വീഴുകയാണെങ്കിൽ അവിടെ പിന്നെ പടച്ചോന് പോലും രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ.